ഇന്ദു ബലം പ്രയോഗിച്ച് കൈ അടർത്തി മാറ്റി ഓടുന്നു. ആദർശ് പിന്നാലെ. അവൾ എത്തി നിന്നത് ആദർശിൻ്റെ അമ്മയുടെ മുന്നിലാണ്. പെട്ടെന്ന് ഇന്ദു "അമ്മേ" എന്നൊരു വിളി. ആദർശുമായുള്ള കല്യാണത്തിന് മോള് സമ്മതിക്കണം എന്ന് ദേവകി പറഞ്ഞു. ഇന്ദുവിന് അത് അംഗീകരിക്കാനേ കഴിഞ്ഞില്ല. അവൾ ആകെ വിഷമിച്ചു. ആദർശും അമ്മയും അവിടെ നിന്നു മടങ്ങി. "മോളെ, ഇനിയൊരു രക്ഷയും ഇല്ല. നമ്മളെ ആരും രക്ഷിക്കാൻ വരില്ല," ദേവകി പറഞ്ഞു. "നീ അവൻ്റെ പെണ്ണായി പോണം. അല്ലെങ്കിൽ അവർ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഈ വയ്യാത്ത മുത്തശ്ശിയും കൊണ്ട് നമ്മളെവിടെ പോവും?" ഇന്ദു സ്വയം മനസ്സിൽ പറഞ്ഞു. "എത്ര പ്രയാസപ്പെട്ടാലും വേണ്ടില്ല, അവന് ഞാൻ ഭാര്യയായി പോവില്ല. ഇഷ്ടമില്ലാത്ത ഒരു പുരുഷനോടൊപ്പം ജീവിക്കുന്നതിലേറെ നല്ലത് മരിക്കുന്നതാണ്." അവൾ എന്തൊക്കെയോ മനസ്സിൽ കരുതിക്കൂട്ടി വെച്ചു. എല്ലാവരും ഉറങ്ങി അന്ന് രാത്രി അവൾ ബാഗുമെടുത്ത് പുറപ്പെട്ടു. പക്ഷേ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടാവണം. ആദർശ് പുരയ്ക്ക് ചുറ്റും കാവൽക്കാരെ നിർത്തിയിരുന്നു. അവൾ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അവൾ ബാഗും എടുത്ത് ഓടി. ആദർശിന് അപ്പോഴേക്കും കാവൽക്കാരുടെ ഫോൺ വിളി എത്തിയിരുന്നു. അവൾ ഓടിയെത്തിയത് ഒരാളൊഴിഞ്ഞ സ്ഥലത്ത്. ഇനി കുറച്ചു ദൂരം കൂടിയുണ്ട് ബസ് സ്റ്റാൻഡിലെത്താൻ. അവൾക്ക് മനസ്സിൽ നല്ല പേടിയുണ്ടായിരുന്നു. ഇടിമിന്നലും ഇടിയും കാറ്റും ചെറിയ തോതിലുണ്ട്. അവൾ എങ്ങനെയൊക്കെയോ സ്റ്റാൻഡിലെത്തി. മഴ മുറുകി പെയ്തു. അവൾ ആകെ നനയാൻ തുടങ്ങി. "ഭഗവാനേ, എന്നെ രക്ഷിക്കണേ" എന്ന് സ്വയം മനസ്സിൽ പ്രാർത്ഥിച്ചു. ഇടിയും മിന്നലും രൂക്ഷമായി. പെട്ടെന്ന് ഒരു ജീപ്പിൻ്റെ ലൈറ്റ് അവൾക്ക് നേരെ. അതും കണ്ണിൽ കുത്തിത്തറയ്ക്കുന്നു. സാരിയെല്ലാം നനഞ്ഞു പുതർന്നു. ശരീരം നനഞ്ഞൊട്ടി. ആദർശിൻ്റെ ജീപ്പ് അവളുടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി. അവൾ ആകെ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. ആദർശ് പെട്ടെന്ന് "എന്താ എൻ്റെ ഇന്ദു തമ്പുരാട്ടി ഇവിടെ?" ഇന്ദു കനപ്പിച്ച് തിരിഞ്ഞു മറുപടി പറഞ്ഞു. "അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. വാ, വന്ന് വണ്ടിയിൽ കയറ്." അവൾ കേൾക്കാതെ നിന്നു. അപ്പോൾ ആദർശിന് ദേഷ്യം വന്നു. അവൻ ഒന്നുകൂടെ ഒച്ചത്തിൽ പറഞ്ഞു,